ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. പത്മകുമാറിന്റെ മൊഴികൾ കൂടി ചേർത്ത് നാളെ ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോപാൽ, ഓരോ ദിവസവും പുറത്തുവരുന്ന മൊഴികളിൽ കുരുക്ക് മുറുകുകയാണ്. പത്മകുമാറിനും മറ്റ് ബോർഡ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഒപ്പം ഇനിയിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി അപേക്ഷ പരിഗണിക്കുന്നത് എപ്പോഴാണ് പത്മകുമാറിന്റെ ഈ ജാമ്യാപേക്ഷ? ജാമ്യാപേക്ഷ ഇന്നാണ് പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില ആരോപണങ്ങൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഈ തീരുമാനം, അതായത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് താൻ കുരുക്കിലാകാനുള്ള തീരുമാനം, ഈ രേഖകളിൽ ചെമ്പ് എന്ന് മാറ്റി രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയതും അടക്കമുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നും അത്തരത്തിൽ ഒന്നിച്ചെടുത്ത ഒരു തീരുമാനത്തിന് താൻ മാത്രം ബലിയാടാകുന്നത് എന്തിനാണ് എന്നുമുള്ള ചോദ്യവുമാണ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ സൂചിപ്പിക്കുന്നത്. 2019 ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. ആ സമയത്ത് എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിൻ്റെതായിരുന്നു എന്നും അതിൽ ബോർഡ് അംഗങ്ങൾക്കോ ഉദ്യോഗസ്ഥർക്കോ ഒരു തരത്തിലേക്കുള്ള ഇടപെടലും നടത്താൻ സാധിച്ചിട്ടില്ല എന്നതുമായിരുന്നു പത്മകുമാറിനെതിരെ വിവിധ ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും നൽകിയത്. ആ വാദങ്ങളെ അല്ലെങ്കിൽ ആ ആരോപണങ്ങളെ എതിർക്കുകയാണ് ജാമ്യാപേക്ഷയിൽ പത്മകുമാർ. താൻ ആദ്യം ഉദ്യോഗസ്ഥർ എഴുതിയ പിച്ചള എന്ന വാചകത്തെ തിരുത്തി ചെമ്പാക്കാൻ നിർദ്ദേശിച്ചത് അത് അടിസ്ഥാന ലോഹം ചെമ്പായതിനാലാണ്. അത്തരത്തിലേക്കൊരു തിരുത്ത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഉദ്യോഗസ്ഥരും മറ്റ് ബോർഡ് അംഗങ്ങളും അത് ചൂണ്ടിക്കാട്ടിയില്ല? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ തന്നെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നും ആ കോടതിക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അതേസമയം ഇതിന്റെ മറുവശത്ത് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം SIT സംഘം മറുവശത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് തന്റെ അമർഷം വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന് വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ തന്നെ 2 ദിവസം മുൻപാണ് പത്മകുമാർ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഇതുവരെയുള്ള എല്ലാ മൊഴികളും, അതായത് KP ശങ്കരദാസും N വിജയകുമാറും അടക്കമുള്ളവരുടെ എല്ലാ മൊഴികളും പത്മകുമാറിനെ ഇരുട്ടിൽ നിർത്തുന്നതാണ്. പത്മകുമാറിനെ എതിരെ വലിയ തരത്തിലേക്കുള്ള ഗുരുതര ആരോപണങ്ങൾ നിരത്തുന്നതാണ്. കാരണം തങ്ങൾക്ക് ആർക്കും ഇതിൽ ഒരു പങ്കും ഒരു വേഷവും ഉണ്ടായിരുന്നില്ല എന്നും ഇതിലെല്ലാം കാരണവും ഇതിലെല്ലാം നിർദ്ദേശം നൽകിയതും ഇതിലെല്ലാം നേതൃത്വം നൽകിയതും പത്മകുമാർ ആണ് എന്ന തരത്തിലേക്ക് പൂർണ്ണമായും അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന മൊഴികളാണ് ഇത്തരത്തിൽ അവർ നൽകിയിരുന്നത്. ആ മൊഴികൾ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പത്മകുമാറിനെ ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തു വന്നതും. എന്നാൽ അതിനെയെല്ലാം തന്നെ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുകയാണ് പത്മകുമാർ. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഉന്നതർക്കെതിരെയും പല പ്രധാനപ്പെട്ടവർക്കെതിരെയും പത്മകുമാറിന്റെ മൊഴിയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരേണ്ടതുണ്ട് എന്നുമായിരിക്കും SIT സംഘം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാദിക്കുക. എന്താണെങ്കിലും ഇന്ന് രാവിലെയാണ് കൊല്ലം വിജിലൻസ് കോടതി ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യം നൽകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് കണ്ടറിയേണ്ടതായി തന്നെ ഇരിക്കും. ശരി, ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.